ലിയോ സിനിമയെ വിമർശിച്ച് സംവിധായകനും വിജയുടെ അച്ഛനുമായ എസ് എ ചന്ദ്രശേഖർ. ലോകേഷ് കനകരാജൻ സംവിധാനത്തിൽ വിജയ് നായകനായി എത്തിയ ചിത്രമാണ് ലിയോ. ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയ ചിത്രം കൂടിയായിരുന്നു ലിയോ. എന്നാൽ അതിനൊപ്പം ഏറെ വിമർശനവും ലിയോ കേട്ടിരുന്നു. ലിയോ പ്രധാനമായും വിമർശനം കേട്ടത് അതിലെ ലോജിക്കില്ലാത്ത ഫ്ലാഷ് ബാക്ക് രംഗങ്ങളുടെ പേരിലും ചിത്രത്തിലെ ബാക്ക് സ്റ്റോറിയുടെ ഉറപ്പില്ലായ്മയും മൂലമായിരുന്നു. എന്നാൽ ലിയോ ബോക്സ് ഓഫീസിൽ പണം വാരിക്കൂട്ടിയതോടെ ഇത് പ്രത്യേക ചർച്ചയായില്ല എങ്കിലും സിനിമാ പ്രേക്ഷകർക്ക് വലിയ തൃപ്തി ലിയോ നൽകിയില്ല എന്നത് വാസ്തവമാണ്. ഇക്കാര്യം തന്നെയാണ് വിജയുടെ അച്ഛനും പറയാനുള്ളത്. എസ് എ ചന്ദ്രശേഖർ ലിയോയുടെ സംവിധായകൻ ലോകേഷ് കനകരാജിനെ വിമർശിച്ചു എന്നത് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ വാർത്തയാകുന്നുമുണ്ട്. പേരെടുത്ത് പറയാതെയാണ് ചന്ദ്രശേഖറിന്റെ വിമർശനമെങ്കിലും ലോകേഷ് കനകരാജിനെ തന്നെയാണ് മുതിർന്ന സംവിധായകൻ ഉദ്ദേശിച്ചത് എന്ന് ഉറപ്പാണെന്നാണ് സോഷ്യൽ മീഡിയയും പറയുന്നത്. ലിയോയിലെ ചില രംഗങ്ങൾ പ്രേക്ഷകർ അംഗീകരിക്കില്ല എന്നും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ലോകേഷ് കനകരാജ് ഫോൺ വെച്ച് പോയി എന്നുമാണ് എസ് എ ചന്ദ്രശേഖറിന്റെ പരാമർശം. ചെന്നൈയിലെ ഒരു ഫിലിം ലോഞ്ചിംഗ് ചടങ്ങിലാണ് എസ് എ ചന്ദ്രശേഖരൻ ലിയോ സിനിമയ്ക്കെതിരെയും ലോകേഷ് കനകരാജിനെതിരെയും തുറന്നടിച്ചത്. ഇപ്പോഴത്തെ കാലത്ത് ആരും തിരക്കഥയ്ക്ക് ഒരു തരത്തിലുമുള്ള പ്രാധാന്യം നൽകുന്നില്ല എന്നും താരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സിനിമകൾ എടുക്കുന്നതെന്നും ചന്ദ്രശേഖർ വിമർശിച്ചു. മാത്രമല്ല ചെറിയ വിമർശനം പോലും ഉൾക്കൊള്ളാൻ പുതിയ സംവിധായകർ തയ്യാറാകുന്നില്ല എന്നും എസ് എ ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തുന്നുണ്ട്. അടുത്തിടെ ഇറങ്ങിയ ഒരു ചിത്രം റിലീസിന് 5 ദിവസം മുൻപ് കാണുവാൻ തനിക്ക് അവസരം ഉണ്ടായി എന്നും സിനിമ കണ്ടതിന് പിന്നാലെ അതിന്റെ സംവിധായകനെ താൻ വിളിച്ചുവെന്നുമാണ് ചന്ദ്രശേഖർ പറയുന്നത്. കണ്ട സിനിമയെ നല്ലതാണ് എന്നാണ് പറഞ്ഞതെന്നും ചിത്രത്തിന്റെ ആദ്യ പകുതി ഗംഭീരമാണെന്ന് പറഞ്ഞുവെന്നും നിങ്ങളിൽ നിന്നും ആളുകൾ ഫിലിം മേക്കിംഗ് പഠിക്കണമെന്നും താൻ പറഞ്ഞതായി ചന്ദ്രശേഖർ വെളിപ്പെടുത്തി. സംവിധായകൻ അതെല്ലാം ക്ഷമയോടെ കേട്ടുവെന്നും എന്നാൽ ചിത്രത്തിലെ ചില പോരായ്മകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഫോൺ കട്ട് ചെയ്തുവെന്നും ചന്ദ്രശേഖർ വ്യക്തമാക്കി. സിനിമയിൽ ചില ചടങ്ങുകൾ കാണിക്കുന്നുണ്ട്. അച്ഛൻ സമ്പത്തും ബിസിനസ്സും ഒക്കെ വർദ്ധിക്കുവാൻ വേണ്ടി സ്വന്തം മക്കളെ ബലി കൊടുക്കാൻ ഒരുങ്ങുന്നത് ആരും വിശ്വസിക്കില്ല. ആ ഭാഗം ചിലപ്പോൾ നന്നായി വരാൻ സാധ്യതയില്ല എന്നാണ് താൻ സംവിധായകനോട് പറഞ്ഞത്. ഇത് കേട്ട ഉടനെ തിരക്കുണ്ട്, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് സംവിധായകൻ ഫോൺ വെച്ചുവെന്നും പിന്നീട് ഒരിക്കലും തന്നെ തിരിച്ചു വിളിച്ചുമില്ല എന്ന് ചന്ദ്രശേഖർ പറയുന്നു. ഈ ചിത്രം പിന്നീട് തിയേറ്ററിൽ എത്തിയപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞതും ഈ ഭാഗത്തെ കുറിച്ചാണെന്നും എസ് എ ചന്ദ്രശേഖർ പറയുന്നു. അതേസമയം പരിപാടിയിൽ ചന്ദ്രശേഖർ സംവിധായകന്റെയോ സിനിമയുടെയോ ഒന്നും പേര് പറയുന്നില്ല എങ്കിൽ കൂടിയും മകളെ ബലി കൊടുക്കുന്ന രംഗങ്ങൾ അടുത്തിടെ വന്നത് ലിയോയിലായതിനാൽ തീർച്ചയായും ലോകേഷ് കനകരാജിനെ തന്നെയാണ് എസ് എ ചന്ദ്രശേഖർ ഉദ്ദേശിച്ചതെന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്. എന്തായാലും തമിഴ് സിനിമാ ലോകത്ത് വൻ ചർച്ചയായി മാറിയിരിക്കുകയാണ് എസ് എ ചന്ദ്രശേഖറിന്റെ ഈ വാക്കുകൾ. ലിയോ എന്ന ചിത്രം പ്രതീക്ഷയ്ക്കൊത്ത് വന്നില്ല എന്ന പ്രേക്ഷകരുടെ അഭിപ്രായവും വീണ്ടും ചർച്ചയായി മാറിയിട്ടുണ്ട്. അതേസമയം വിജയുടെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായി ലിയോ മാറിയിരുന്നു. ആഗോള ബോക്സ് ഓഫീസിൽ 620 കോടി രൂപയിലധികം ലിയോ സ്വന്തമാക്കിയിരുന്നു. OTT-യിലും മികച്ച പ്രതികരണമായിരുന്നു ലിയോയ്ക്ക് ലഭിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.